കോൺഗ്രസ് നേതൃത്വത്തിന് വഴങ്ങി പാർട്ടിയിൽ തുടരുമെന്ന് പറയുമ്പോഴും കെ സുധാകരന്റെ അടുത്ത നീക്കം എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. ഇന്നലെ ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ കെ സുധാകരന് സ്വീകരണം നൽകി. UDF സ്ഥാനാർത്ഥിയായ TO മോഹനൻ ഇന്ന് കെ സുധാകരനെ വീട്ടിലെത്തി കാണാൻ സാധ്യതയുണ്ട്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സുധാകരൻ പാർട്ടിക്ക് വിധേയനാണ്, പാർട്ടിക്കൊപ്പം തന്നെ സഞ്ചരിക്കും, പാർട്ടിക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ, പാർട്ടിയോട് എതിരിടാനില്ല എന്നൊക്കെ പറയുമ്പോഴും പുലി പതുങ്ങുന്നത് എന്തിനാണെന്നുള്ള സംശയത്തിലാണ് നമ്മുടെ പ്രേക്ഷകരും. പതുങ്ങുന്ന പുലിക്ക് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഗുഡ് മോർണിംഗ്. നമ്മളും ഇന്നലെ കരുതിയിരുന്നത്, അതായത് ഈ സുധാകരൻ കടുത്ത ഭാഷയിൽ എന്തെങ്കിലും പറയും, തുറന്നടിക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ MP ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും സുധാകരൻ കടുത്ത ഭാഷയിലൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. കണ്ണൂരിൽ അദ്ദേഹം രാത്രി 2:30 മണിയോടെയാണ് വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അപ്പോഴും അദ്ദേഹത്തെ വളഞ്ഞ് വലിയൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ആ സമയത്ത് ഇറങ്ങിയപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമായിരുന്നു, സന്തോഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായതാണ്. പക്ഷേ ഈ വലിയ ആൾക്കൂട്ടം തന്നെ വളഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാനായില്ല. പിന്നീട് കാറിൽ കയറി പോവുകയായിരുന്നു. യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ഇന്ന് നമ്മൾ അദ്ദേഹത്തിനോട് പ്രതികരണം ആരായുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞത്, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ഈ UDF ആരെയാണോ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്, TO മോഹനാണ് നിലവിൽ UDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ വ്യക്തമാക്കുന്നത്. കണ്ണൂരിലും പേരാവൂരിലുമൊക്കെ അദ്ദേഹം പോയി പ്രചരണം നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ കണ്ണൂരിലെ സ്റ്റേഡിയത്തിൽ സമൂഹ ഈദ്ഗാഹ് നടന്ന സ്ഥലത്താണ്. അവിടെയാണ് കണ്ണൂരിലെ 2 സ്ഥാനാർത്ഥികളും LDF UDF സ്ഥാനാർത്ഥികളും ഇവിടെ എത്തി പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള TO മോഹനൻ, അപ്രതീക്ഷിതമായിരുന്നു TO മോഹനന്റെ ആ പേര് എത്തിയത്. പക്ഷേ ഈ പേരെത്തിയതോടെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്നുള്ളതാണ് അറിയിക്കുന്നത്. മാത്രമല്ല TO മോഹനൻ ഇവിടെ നിന്നാണ് പ്രചരണം ഇന്ന് തുടങ്ങിയത്. സമൂഹ ഈദ്ഗാഹിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ ആളുകളെയൊക്കെ കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള TO മോഹനൻ ഉള്ളത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും മോഹനേട്ട, ഈ പ്രചരണം ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. എന്തായാലും ഈ ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? കാരണം ഞാൻ സംസാരിക്കുകയും പെരുമാറുന്നതും വോട്ടഭ്യർത്ഥിക്കുന്നതും ഒക്കെ ആശംസ നേരുന്നതൊക്കെ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമുള്ള എൻ്റെ സഹോദരങ്ങളോട് തന്നെയാണ്. ഈ കണ്ണൂർ കോർപ്പറേഷൻ പരിധിക്കകത്തായാലും കോർപ്പറേഷൻ പുറത്തായാലും ഏകദേശം 48 വർഷത്തോളമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതിനിടയിൽ തന്നെ പല ഘട്ടങ്ങളിൽ എല്ലാ തരത്തിലും ഇവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ട്, ആശയവിനിമയം നടത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ഒരു ആശംസ നേരുക എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ള രൂപത്തിൽ മാത്രമല്ല, ആശംസ നേരുക, അവരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുക എന്നുള്ള നിലയിലാണ്. തികഞ്ഞ ആത്മവിശ്വാസമാണ്, എല്ലാവരുടെയും നിറഞ്ഞ പ്രോത്സാഹനമുണ്ട്. അവരൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന് കാത്തു നിന്നതുപോലുള്ള പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നു. അതിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF സ്ഥാനാർത്ഥി TO മോഹനൻ ഉള്ളത്. എന്തായാലും അദ്ദേഹം നേരിടാൻ പോകുന്നതും 2 മുൻ കോൺഗ്രസുകാരെയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് കണ്ണൂരിൽ. കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം തന്നെ C രഘുനാഥ് BJPയുടെ. എന്തായാലും കെ സുധാകരൻ അല്പസമയത്ത് അല്ലെങ്കിൽ ഇന്ന് പ്രതികരണം ഉണ്ടായേക്കും. അദ്ദേഹത്തെയും സ്ഥാനാർത്ഥി കാണാൻ പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.